മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം. ഇത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവചനം തന്നെയാണ്. അത് ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ആ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു പ്രവചനമാണ്. ആ തരത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി, ഒരു പ്രവചനമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ 100% എന്ന് പറഞ്ഞാൽ ജ്യോതിഷമെല്ലാം ഇത് പ്രത്യേക രീതിയിൽ എഴുതിയിട്ട് ഇങ്ങനെ തരത്തിൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ ചലനമെല്ലാം ഒരു പ്രത്യേക തരത്തിൽ തോന്നുമ്പോൾ അതിനെ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ ലോക സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണും. അപ്പോൾ 100% നമ്മൾ അതുപോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ, കാലാവസ്ഥ പ്രവചനം നടത്തുന്നില്ലേ. കാലാവസ്ഥ പ്രവചനം നടത്തിക്കഴിഞ്ഞാൽ അതേപോലെ സംഭവിക്കുന്നുണ്ട്? ഇല്ല, അവിടെയെല്ലാം വരുന്നുണ്ട്. കാരണം ജ്യോതിഷവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രവചിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇന്ന് സമൂഹത്തിലുള്ളത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രവചിക്കുന്ന, പിന്നെ ദേവപ്രശ്നം തലമ്പട്ട് കുറച്ചെല്ലാം ഉണ്ട്. അല്ലാതെ ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ഇങ്ങനെ പ്രവചിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരത്തിൽ ഇന്ന് നിലനിൽപ്പില്ല. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ല, ജ്യോതിഷത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അതെല്ലാം പിൽക്കാലത്ത് കൈമാറി വരുമ്പോൾ കൈകാര്യം ചെയ്തവർക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അത് പ്രവചിച്ചിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. മനുഷ്യരുടെ കാര്യം പറഞ്ഞാലേ വല്ലതും സംതിങ് കിട്ടും. പക്ഷേ ലോകത്തിന് ഇന്ന് സംഭവിക്കുന്നുണ്ട് അവനെന്ത് കിട്ടാനാണ്, ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്ത് വന്നവരെ കുറേ കാലം ഇങ്ങോട്ട് എത്തിയപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. നമുക്കറിയാലോ, ജ്യോതിഷം പണ്ട് കാലത്ത് ജ്യോതിഷവും വൈദ്യന്മാരും രണ്ടും ഒന്നിച്ച് കൈകാര്യം ചെയ്തിരുന്നവരാണ്. ഒരു രോഗി വരുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു പാമ്പ് കടിച്ചിട്ട് ഒരാൾ വരികയാണെങ്കിൽ വരുമ്പോൾ തന്നെ ആ ഗ്രഹങ്ങളുടെ കിടപ്പനുസരിച്ചിട്ട് ഏത് പാമ്പാണ് കടിച്ചത് എന്നെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് അന്നത്തെ വൈദ്യന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് ജ്യോതിഷത്തിൻ്റെ വഴിക്ക്, വൈദ്യന്മാരുടെ വഴിക്കും പോയി. അതുപോലെ തന്നെ പ്രപഞ്ചമായിട്ടുള്ള പ്രവചനങ്ങളും എല്ലാം ആ വഴിക്ക് കൈകാര്യം ചെയ്യാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന തരത്തിൽ ഗ്രഹങ്ങളുടെ കിടപ്പനുസരിച്ച് പ്രവചിക്കണം എന്നുള്ള ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. പിന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ ഉണ്ടാവും. എന്നാലും പൊതുവെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ നമ്മളിന്ന് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം. ഇത് തുടങ്ങിയിട്ട് കുറേ കാലമായി. പണ്ട് കൊറോണ, അതിന് മുമ്പിൽ സാമ്പത്തിക മാന്ദ്യം, ഇതെല്ലാം വന്ന ആ കാലഘട്ടത്തിൽ മുതലാണ് ലോകത്തിലെ ആകെ കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത്. സാമ്പത്തിക മാന്ദ്യമുണ്ടായി, അതിൻ്റെ പിന്നാലെ കൊറോണ കയറി പിടിച്ചു. കൊറോണ കഴിയുന്നതിൻ്റെ അവസരത്തിലാണ് ലോകം 2 ധ്രുവമായിട്ട്, ഉക്രൈനെ മുൻനിർത്തിക്കൊണ്ട് 2 ധ്രുവമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്നും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ പിന്നാലെ വേറെയും ഇഷ്യൂകൾ കയറി വരികയാണ്. ഇറാൻ്റെ നേരെ എല്ലാം ലോകം ഒരു വല്ലാത്ത അസ്വസ്ഥത. ഇത് തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലുള്ള ആ സംഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം എന്ന് മനസ്സിലാക്കാം. കാരണം മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡികളെ മുൻനിർത്തിയാണ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെയും പ്രധാന കക്ഷികൾ നേരിട്ട് ഏറ്റുമുട്ടാതെ മറ്റു പലവരെയും മുന്നിൽ പിടിച്ചുകൊണ്ട്, ഉക്രൈനായാലും വേണ്ടിയില്ല, ഹമാസ് ആയാലും വേണ്ടിയില്ല, ഇറാൻ ആയാലും വേണ്ടിയില്ല, ഇസ്രായേൽ ആയാലും വേണ്ടിയില്ല, ഇങ്ങനെയുള്ള ചിലവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്
കളിക്കുന്നത്. മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് കളിച്ചിരുന്നത്. അതും കൃഷ്ണൻ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത്. തെറ്റുകളും ചെയ്ത് ശരിയായ നേരായ വഴിയിലൂടെയല്ല യുദ്ധം നടത്തിയിരിക്കുന്നത്, കളവിലൂടെയാണ് യുദ്ധം മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കളവ് പ്രയോഗിച്ചിട്ടുണ്ട്, നിയമങ്ങളെല്ലാം ലംഘിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു കള്ളക്കളിയിലൂടെ തന്നെയാണ് ഈ യുദ്ധവും മുന്നോട്ടേക്ക് പോയിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിന് സമാനമായിട്ട് കണ്ടുകൊള്ളുക. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ടാണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം വേദവ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യുദ്ധത്തിൽ നിന്ന്, അത് മഹാഭാരത യുദ്ധത്തെ പറ്റിയാണ് പറഞ്ഞത്, ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല, ഏതെങ്കിലും പക്ഷം പിടിച്ചേ പറ്റൂ. ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പക്ഷം പിടിച്ചിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അല്ലാതെ ഒരു പക്ഷത്തായിട്ട് രണ്ട് പക്ഷത്തായിട്ട് നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചേ പറ്റൂ. വേദവ്യാസം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ നാളെ തിരിയേണ്ടി വരും. തിരിയാതെ നിന്ന് കഴിഞ്ഞാലും അവിടെ ഇവിടെയും തൊട്ട് നിന്ന് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് അടി കിട്ടുമ്പോൾ മറ്റേ പക്ഷത്ത് ചേരേണ്ടി വരും. അല്ലാതെ നിൽക്കാൻ പറ്റില്ല. അത്തരത്തിലേക്കാണ് കാര്യം പോകുന്നത്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ജ്യോതിഷപരമായിട്ട് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ഒന്ന് വിലയിരുത്തി നോക്കാം. നമുക്ക് ഈ പീരീഡ് കഴിയുമ്പോൾ അറിയാമല്ലോ എന്തെങ്കിലും സ്വാധീനം ഗ്രഹങ്ങൾ ചെലുത്തുന്നുണ്ടോ എന്ന്. അപ്പം എന്താണ് നമ്മൾ കാണുന്നത്? ഇത് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 2026 ഫെബ്രുവരി 27 മുതൽ അതിൻ്റെ സൂചനകൾ, അവസാന ഘട്ടത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങും. 2026 ഫെബ്രുവരി 27 മുതൽ. ഇത് ഓഗസ്റ്റ് അവസാനിക്കുന്നത് വരെ ആ ഒരവസ്ഥയിലേക്ക് പലതരത്തിലും തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം ഓഗസ്റ്റ് അവസാനിക്കുന്നത് വരെ ഇതങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഒരു കുറച്ചെങ്കിലും നമുക്ക് ഇനി ഇങ്ങനെയാണ് പോവുക എന്ന നിലയിൽ വിലയിരുത്താൻ പറ്റുകയുള്ളൂ. അതുവരെ ഓഗസ്റ്റ് കഴിയുന്നത് വരെ കാര്യങ്ങളെല്ലാം മാറിയും മറഞ്ഞും കൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ ഫെബ്രുവരി 27 കൂടിയാണ് അത് ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. മാർച്ച് 15 കൂടി അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തും. മാർച്ച് 15 എത്തുമ്പോഴേക്ക് അത് അതിൻ്റെ മൂർധന്യത്തിലെത്തും. പിന്നെ മാർച്ച് 24 വരെ അതിപ്രധാനമായ അത്യധികം പ്രാധാന്യമുള്ള സമയമായിരിക്കും. മാർച്ച് 15 മുതൽ മാർച്ച് 24 വരെ അതതിൻ്റെ തീക്ഷ്ണമായ സ്വഭാവത്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങനെ പോകുമെങ്കിലും പിന്നെ ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 20 വരെ പിന്നെയും അത് കുറച്ചും കൂടിയും പിന്നെ അതായത് മാർച്ച് 15 മുതൽ മാർച്ച് 24 വരെ അതിൻ്റെ ഉയർന്ന ഒരു ഘട്ടം. പിന്നെ കുറേ കാലം അതങ്ങനെ തുടർന്നു പോകും. പിന്നെ ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 20 വരെയുള്ള സമയം പിന്നെയും കുറച്ചധികം പ്രാധാന്യത്തിലേക്ക് പോകും. ഏപ്രിൽ 20 വരെ. അപ്പോൾ അതിൻ്റെ ഉയർന്ന 2 ഘട്ടങ്ങളാണ് പറഞ്ഞത്. മാർച്ച് 15 മുതൽ 24 വരെയും ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 20 വരെയുള്ള സമയമാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന 2 ഘട്ടങ്ങൾ. പിന്നെ അത് കലങ്ങി മറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് കഴിയുന്നത് വരെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ എല്ലാ എഫക്റ്റുകൾ കൊണ്ടായിരിക്കാം. അപ്പം ഈ ഒരു ഘട്ടം വളരെ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഓഗസ്റ്റ് കഴിയുമ്പോൾ അപ്പോൾ മാത്രമേ എല്ലാ ഭരണാധികാരികൾക്കും ശരിയായ നിലയിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് ഒരു രീതിയിലേക്ക് ഒരു പരിഹാരം കാണുന്ന തരത്തിലേക്കുള്ള മനസ്ഥിതി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മറ്റേ സമയത്തെ എല്ലാവരും ഓരോ ആളും ഓരോ വാശിയിൽ തലക്ക് ഓരോ എന്തെല്ലോ ചിന്തിച്ചുകൊണ്ട്
ഓരോന്ന് കാട്ടിക്കൂട്ടും. ആ അവസ്ഥയിലേക്കായിരിക്കും ഉണ്ടാവുക. അതെപ്പോൾ ഫെബ്രുവരി 27 മുതൽ. അതുകൊണ്ട് ഈ ഘട്ടം വളരെ മോശമായിരിക്കും. ഈ ഘട്ടം ഒരു വല്ലാത്ത ഘട്ടമായിരിക്കും. അതായത് വേണമെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് അവസാന ഘട്ടമാണോ എന്നും ബാക്കിയുണ്ടോ എന്നുള്ളത്, ബാക്കിയുള്ളത് നോക്കിയാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഈ വർഷത്തെ മാത്രമേ നോക്കിയുള്ളൂ. അടുത്ത വർഷത്തിലൊന്നും അന്ന് ഗണിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷത്തിലെ കാര്യം ഇത് കണ്ടപ്പോൾ ഏകദേശം ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ഒരു ഗ്രഹങ്ങളുടെ കിടപ്പെല്ലാം കണ്ടപ്പോൾ. പിന്നെ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ് പറഞ്ഞതെങ്കിലും അതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദുർനിമിത്തങ്ങളെല്ലാം നമുക്ക് കുറേ കാണുമെന്നെല്ലാം പുരാണ കഥകളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു യുദ്ധം നടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ പല ദുർനിമിത്തങ്ങൾ ലോകത്തിൽ സംഭവിക്കും. ആ ദുർനിമിത്തങ്ങളിൽ പെടുന്നതായിരിക്കും ഈ പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കം പോലെയുള്ളത്, ഭൂകമ്പങ്ങൾ പോലെയുള്ളത്. അതെല്ലാം ഇതിൻ്റെ പാരലായിട്ട് വരാം. ഞാനിവിടെ യുദ്ധത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ ചിലപ്പോൾ അത്യാപത്തുകൾ സംഭവിക്കാം. ചില രോഗങ്ങളെല്ലാം ജേരി വരാം, പകർച്ചവ്യാധി വരാം, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങളെല്ലാം വരാം. വെള്ളപ്പൊക്കം പോലെയുള്ള എല്ലാം വരാം, ഭൂമി കുലുക്കം പോലെയുള്ള ഉണ്ടാകാം, കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഉണ്ടാകാം, അതിവർഷം ഉണ്ടാകാം. ഇതെല്ലാം എപ്പോഴും അതിൻ്റെ ഭാഗമായിട്ട്, അതിനാണ് ദുർനിമിത്തങ്ങൾ കാണുക. പുരാണ കഥകളിലെല്ലാം എന്തെങ്കിലും സംഭവം നടക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറേ ദുർനിമിത്തങ്ങൾ കാണുമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഗ്രഹണവും നടന്നിട്ട് തുടർന്നു വരുന്ന ഒരു സമയമായിട്ടും ഇതിനെ കാണണം. കാരണം ഇതെല്ലാം പരസ്പരം ലിങ്ക്ഡായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് കഴിയുന്നതോടെ, ഈ ഫെബ്രുവരി 27 മുതൽ ഓഗസ്റ്റ് കഴിയുന്നവരെയുള്ള സമയം ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പല അനർത്ഥങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം ലോകത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റേതായ ഫലങ്ങൾ നമ്മളെ ജീവിതത്തിലും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതൊരു പ്രവചനം മാത്രമാണ്, ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. നമുക്ക് ഈ കാലഘട്ടം കഴിയുമ്പോൾ അറിയാലോ ഗ്രഹങ്ങൾ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള ഒരു ഗവേഷണമായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് തെറ്റായി എന്നതുകൊണ്ട് ജ്യോതിഷം തെറ്റായി എന്ന് അർത്ഥമൊന്നുമില്ല. അത് എൻ്റെ അറിവിലുള്ള ജ്ഞാനക്കുറവായിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. കാരണം ഇപ്പം ഡോക്ടർമാർക്കെല്ലാം ചികിത്സിച്ചിട്ട് ചിലപ്പോൾ തെറ്റും. ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം തെറ്റുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പ്രവചിച്ച് തെറ്റിയാൽ കാലാവസ്ഥാ പ്രവചന ശാസ്ത്രം തെറ്റാണ് എന്ന് പറയാൻ പറ്റും. അത്തരത്തിലൊന്നും അത് കാണരുത്. അങ്ങനെ ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യവും എന്നുമില്ല. ഇവിടെ പറയുന്നത് ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി.